തവണക്കടവ് ബോട്ട് ജെട്ടിയിൽ ഇറങ്ങിയ ശേഷം ഇനിയൊരു ബസ് യാത്രയാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതനമായ ക്ഷേത്രമാകുന്നു കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം. മലയാളക്കരയിൽ മഹാലക്ഷ്മി മുഖ്യ ദേവതയായുള്ള ഒരു ക്ഷേത്രമാണ് ഈ പുണ്യസങ്കേതം. ഇവിടുത്തെ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യം എത്ര വർണ്ണിച്ചാലും മതിവരാത്തതാണ്. പുരാതന കാലത്തെ ക്ഷേത്ര നഗരിയായി പേരുകേട്ട കാഞ്ചീപുരത്ത് വസിച്ചിരുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ മുഖ്യ കുലദേവതയാണ് ശ്രീ മഹാലക്ഷ്മി. ശ്രീപതി സമേതയായി വാണരുളുന്ന ശ്രീ ഭഗവതിയുടെ സാന്നിധ്യം കായലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ഈ പരിപാവനമായ ഭൂമിയിൽ കുടികൊള്ളുന്നു. കാലാന്തരത്തിൽ കാഞ്ചീപുരത്തു നിന്ന് ദേവി ഉപാസകർ കേരളത്തിലേക്ക് പലായനം ചെയ്യുകയും തങ്ങളോടൊപ്പം ഇഷ്ടദേവതയായ മഹാലക്ഷ്മിയുടെ വിഗ്രഹവും കൂടെ കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ ദേവി നിയോഗത്താൽ യാത്രാമധ്യേ വിഗ്രഹം ഒരു നദിയിൽ വീഴുകയും ഒഴുകി പോവുകയും ചെയ്തു. കാലക്രമത്തിൽ ദേവി ഉപാസകർ കൊടുങ്ങല്ലൂർ ദേശത്ത് എത്തിച്ചേരുകയും അവിടുത്തെ രാജകുടുംബത്തിന്റെ അതിഥികളായ ആ ദേശത്ത് വസിക്കുകയും ചെയ്തു. അക്കാലഘട്ടത്തിൽ അവർ പഴയ തിരുവിതാംകൂറിന്റെ വടക്കേ അതിർത്തിയായ അരൂർ ദേശത്ത് വരികയും വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് അഭിമുഖമായ പള്ളിപ്പുറം എന്ന പ്രദേശത്ത് ഒരു സമൂഹമായി ദേവിയോടുള്ള സർവ്വഭയഭക്തിയോടും പ്രാർത്ഥനകളുമായി വസിച്ചു പോന്നു. നിഷ്കളങ്കവും തീവ്രവുമായ തന്റെ ഭക്തരുടെ പ്രാർത്ഥനയിൽ സംപ്രീതയായ ദേവി തന്റെ ഉപാസകർ വസിക്കുന്ന ഭൂമിയിൽ മുതലപ്പുറത്ത് വന്നിറങ്ങുകയും ചില ഭക്തർക്ക് സ്വപ്നദർശനം നൽകുകയും ചെയ്തു. തുടർന്ന് നടന്ന തിരച്ചിലിൽ സമയം തെക്കേടത്ത് കുടുംബത്തിലെ വയോധികയായ ഒരു മാതാവിന് നിലവിലെ ആറാട്ടുകുളത്തിന് സമീപം നിന്നും വിഗ്രഹം ലഭിച്ചു. ക്രമേണ തങ്ങളുടെ ഭഗവതിക്ക് ഒരു ക്ഷേത്രം പണികഴിപ്പിക്കണം എന്ന ആഗ്രഹം മൂലം ദേവിയെ മൂലസ്ഥാനമായ കായൽക്കരയ്ക്ക് അഭിമുഖമായി പണ്ഡിതർ നിശ്ചയിച്ച ഉത്തമമായ ഭൂമിയിൽ ക്ഷേത്രം പണികഴിപ്പിച്ച് ദേവിയെ ശ്രീകോവിലിൽ മോനാട്ടു തന്ത്രിയാൽ കുടിയിരുത്തി ആരാധിച്ചു പോന്നു. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മകരമാസത്തിൽ മകം കൊടികയറി 8-ാം നാൾ ആറാട്ട് നടത്തുന്നു. കുംഭത്തിൽ മകം നാളിൽ ലക്ഷ്മി നാരായണ സംഗമ മുഹൂർത്തത്തിൽ സർവാഭരണഭൂഷിതയായ ഭഗവതി ദർശനമരുളുന്നു. അപ്പോൾ നമ്മൾ വൈക്കത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.